ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SK40 കേരള യാത്രയിൽ അണിചേർന്ന് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ പര്യടനം പാലക്കാട് നഗരത്തിലെ ടോപ്പ് ഇൻ ടൗൺ ഗാർഡനിൽ സമാപിച്ചു. നാളെ രാവിലെ ഒറ്റപ്പാലത്ത് നിന്ന് യാത്രയുടെ രണ്ടാം ദിനം പാലക്കാട് ജില്ലയിലെ രണ്ടാം ദിനം ആരംഭിക്കും. ജനങ്ങൾ ഭീതിയുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതൊക്കെ ഇല്ലാതാക്കാനാണ് നമ്മുടെ യാത്ര. മാർച്ച് 16-ാം തീയതി ആരംഭിച്ച ഈ യാത്ര 20-ാം തീയതി കോഴിക്കോട് മഹാസമ്മേളനത്തിൽ സമാപിക്കും. പുഴകളുടെയും പനകളുടെയും നാടായ പാലക്കാട് കൊടും ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് ആളുകൾ SKന്റെ ലഹരി വിരുദ്ധ ജനകീയ യാത്രയിൽ പങ്കാളികളായി. വടക്കഞ്ചേരിയിൽ നിന്ന് മോർണിംഗ് ഷോയോടെ തുടക്കം. ചെറുപുഷ്പം സ്കൂളിൽ ഐക്യദാർഢ്യവുമായി നാടിന്റെ ജനമനസ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി കായികാധ്യാപകരും കായിക പ്രേമികളും ചെറുപുഷ്പം സ്കൂളിലേക്ക് SKനെ കാണാനെത്തി. തരൂർ MLA PP സുമോദ് യാത്രയുടെ ഭാഗമായി. തുടർന്ന് പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ PNC മേനോന്റെ ശോഭ അക്കാദമിയിലും ജനകീയ യാത്രയെത്തി. പുലർകാലെ പോയ മകനെ കാത്തിരിക്കുന്നോരമ്മയുടെ കണ്ണിൽ ഉറക്കച്ചടവല്ല ഭീതിയുടെ കടലാഴങ്ങൾ അലയടിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ബഹുമതി നേടിയ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി ഒത്തുചേരൽ. മുൻമന്ത്രിമാരായ KE ഇസ്മായിലും VC കബീറും ജനകീയ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. വൈകിട്ട് പാലക്കാടിനെ അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ പ്രിയ മലമ്പുഴയിൽ ലഹരിക്കെതിരെ ജനങ്ങളുമായി സംവദിച്ചു SK. ഇന്നത്തെ യുവജനങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദൗത്യമായിട്ട് വരുന്നത്. രാത്രി പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ടോപ്പ് ഇൻ ടൗൺ ഗാർഡനിൽ ഇന്നത്തെ യാത്ര സമാപിച്ചു. രാഹുൽ മാങ്കൂട്ടം MLA അടക്കം നിരവധി പ്രമുഖരും നാട്ടുകാരും ഇവിടെ യാത്രയ്ക്കൊപ്പം ചേർന്നു. അങ്ങനെ സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് വരെ കുട്ടികൾ പോകുമ്പോൾ വളരെ അപകടകരമാണ് നാട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നതിൽ നമ്മളെല്ലാവരും അതിനെതിരായിട്ടുള്ള വലിയ ഇനിഷ്യേറ്റീവ്സ്, ഇപ്പോൾ ഈ വെക്കേഷൻ കുട്ടികളുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുട്ടികൾ, ഇപ്പോൾ നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊരു എനർജി ലെവലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ എനർജി ലെവലിലെ കളിക്കളങ്ങളിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. ഇവർക്ക് അതേ എനർജി ഉണ്ട്, ഇതെവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 24 പാലക്കാട്.